ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഖുർആൻ ജേർണലിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മളിന്ന് ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഖുർആൻ ജേർണലിങ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിൻ്റെ ശേഷം ഇത് കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഈ ഒരു വീഡിയോയിൽ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നല്ല ഞാൻ ചെയ്തിട്ടുള്ള ജേർണൽ. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയൊരു നോട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഖുർആൻ ജേർണലിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളെ മനസ്സിലൊരു ചിന്ത വേണം. എനിക്ക് ഖുർആനിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണം, കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം. പിന്നെ ഒരു നിയ്യത്ത് വെക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഖുർആനിലെ ഓരോ സൂറത്തുകളെയും ആയത്തുകളെയും കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു എനിക്ക് തരണേ എന്നുള്ളൊരു ദുആയോട് കൂടിയിട്ട് ഖുർആൻ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ജേർണലിങ് ചെയ്യാനിരിക്കുമ്പോൾ വുളു എടുക്കുക, അഊദുവും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാനിങ്ങനെ ഖുർആൻ എന്നെഴുതിയിട്ട് എല്ലാ സൂറത്തുകളെ പേരും എഴുതിയിട്ടുണ്ട്. 114 സൂറത്തുകളാണ് നമുക്ക് ഖുർആനിലുള്ളത്. അപ്പോൾ ആ 114 സൂറത്തുകളും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ സൂറത്തുകളും ജേർണലിങ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലിങ്ങനെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇതിലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഏതൊക്കെ സൂറത്തുകൾ നമ്മൾ ജേർണലിങ് ചെയ്തു എന്നും ഇനി ഏതൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനിലാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങുന്നത്. എന്തായാലും എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഹദീസുകളൊന്നും എഴുതി വെച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് റെഫറൻസസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ വെച്ചിട്ട് നിങ്ങളും ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ജേർണലിങ്ങും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നതാണ് നിങ്ങൾ ജേർണലായിട്ട് എഴുതി വെക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പ്രത്യേക രീതിയിലായിരിക്കും. ഇപ്പോൾ എനിക്ക് തഫ്സീർ വായിച്ചിട്ടും അതേപോലെ ഹദീസുകൾ നോക്കിയിട്ടൊക്കെ മനസ്സിലാവുന്നതായിരിക്കില്ല നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് തുടങ്ങുക. ഇനി നമുക്ക് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ സൂറത്താണ് നമ്മൾ ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സൂറ അൽ ഫാത്തിഹ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദ ഓപ്പണിംഗ് എന്നാണ്, അതായത് പ്രാരംഭം. ഖുർആനിൻ്റെ ആരംഭം സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാരംഭം എന്നുള്ളൊരു പേര് വരാൻ കാരണം. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ജുസ് 1 എന്നെഴുതിയിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ ജുസ് ആണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അധ്യായം 1 എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, അതുകൊണ്ട് മക്ക എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ആയത്ത് 7 എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ ആ ജുസ് എന്നുള്ളത് ഇവിടെ എഴുതുമായിരിക്കും നല്ലത്. ഞാനത് എഴുതാൻ വിട്ടുപോയി. അവസാനം ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റുള്ള നാമങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ഉമ്മുൽ ഖുർആൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്.
ഉമ്മുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ മാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആനിൻ്റെ മാതാവ്. ഉമ്മുൽ കിതാബ് എന്നും അറിയപ്പെടുന്നുണ്ട്. കിതാബുകളിലെ മാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സബാമിനൽ മദനി എന്നറിയപ്പെടുന്നുണ്ട്. അൽഹംദ് സ്തുതി, സല നിസ്കാരത്തിൽ നിർബന്ധമായതുകൊണ്ടാണ് സല എന്നുള്ളൊരു പേര് വരാൻ കാരണം. പിന്നെ ഷിഫ എന്നൊരു പേരുണ്ട്, കാരണം രോഗശമനാണ് സൂറത്തുൽ ഫാത്തിഹ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഷിഫ ലഭിക്കും എന്നാണ് പറയുന്നത്. അൽ റുക്കിയ എന്നൊരു പേരും കൂടിയുണ്ട്. പ്രതിവിധി എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു കാര്യത്തിൻ്റെയും പ്രതിവിധി കൂടിയിട്ടാണ് സൂറത്തുൽ ഫാത്തിഹ. പിന്നെ ദുആ എന്ന പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്നതൊരു ദുആയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവസാനം ആമീൻ എന്ന് പറയുന്നത്. പിന്നെ ശുക്ർ, അതായത് നന്ദി സൂചിപ്പിക്കുന്നൊരു സൂറത്തും കൂടിയിട്ടാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നെഴുതിയിട്ടുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അൽഹംദുലില്ലാ, അതിൻ്റെ അർത്ഥം അൽഹംദ് എന്ന് വെച്ചാൽ എല്ലാ സ്തുതി. അൽഹംദുലില്ലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്തുതിയും നന്ദിയും അള്ളാഹുവിനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. റബ്ബൽ ആലമീൻ, സർവ്വലോക പരിപാലകനാണ് അള്ളാഹു. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. മാത്രമല്ല അർ-റഹ്മാൻ റഹീം, അർ-റഹ്മാൻ എന്ന് വെച്ചാൽ പരമകാരുണികൻ, റഹീം എന്ന് വെച്ചാൽ കരുണാനിധി. മാലിക് യൗമിദ്ദീൻ, ന്യായവിധിയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. എന്തൊക്കെയാണ്? അള്ളാഹു റബ്ബൽ ആലമീനാണ്, അർ-റഹ്മാൻ, അർ-റഹീം, മാലിക് യൗമിദ്ദീൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ നമ്മൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നഅ്ബുദു എന്ന് വെച്ചാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ നമുക്ക് തൗഹീദ് കാണാം. തൗഹീദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് വെച്ചാൽ വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അടുത്ത ആയത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആരുടെ പാതയിലാണ്? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ഗൈരിൽ മഅ്ലൂബി, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല. അതായത് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല. വലാ ളാലീൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലും അല്ല. അപ്പോൾ ഇതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ വരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റിൽ ചോദിച്ചാലും മതി. പിന്നെ ഞാനിതാ ഇങ്ങനെ ഒരു ന്യായവിധി എന്നൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിക്കൊക്കെ വരച്ചിട്ടുണ്ട്. ന്യായവിധി എന്ന് വെച്ചാൽ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നാണ്. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് ഇനി നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഴ്സസ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അർ-റഹ്മാനി റഹീം എന്നാണ് നമ്മളെ 3ാമത്തെ ആയത്ത്. അതിൻ്റെ അർത്ഥം പരമകാരുണ്യവാനും കരുണാനിധിയും എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അള്ളാഹുവിനേക്കാൾ കൂടുതലായിട്ട് നമ്മളോട് ദയയും കരുണയും ഉള്ളതായിട്ട് മറ്റാരും തന്നെ ഇല്ല എന്നാണ്. നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞും അറിയാണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ടാവും. എന്നിട്ടും അള്ളാഹു നമ്മളോട് ക്ഷമിക്കല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളെ മക്കളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് ചെയ്തില്ലെങ്കിൽ, അവർ നമ്മളനുസരിച്ചില്ലെങ്കിൽ നമ്മളവരെ അടിക്കും, അതല്ലെങ്കിൽ അവരോട് നമ്മൾ ദേഷ്യപ്പെടും.
അതേപോലെ തന്നെ അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിസ്കാരം നമ്മൾ 5 വഖത്ത് മുടങ്ങാതെ കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മടി കാരണം നിസ്കാരം ഉപേക്ഷിച്ച് പോവാറുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ നിസ്കാരം ഉപേക്ഷിക്കുമ്പോഴും അള്ളാഹു നമുക്ക് അപ്പം തന്നെ ശിക്ഷ തരുന്നില്ലല്ലോ. പിന്നെയും അള്ളാഹു നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണയും കാരുണ്യമുള്ളത് അത് റബ്ബിനാണ് എന്ന് തന്നെ യാതൊരു സംശയമില്ലാതെ പറയാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 5-ാമത്തെ ആയത്ത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്ത് അൽ ഫാത്തിഹയിലെ രഹസ്യമാണ് എന്നാണ് പറയുന്നത്. നമ്മളാദ്യം സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്ത ശേഷം ഇനി നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ആയത്തിൽ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. മൂന്നാമതൊരാളോട് നമ്മൾ സഹായം തേടേണ്ട ആവശ്യമില്ല എന്ന് കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ സമ്മറിയാണ് നോക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അവൻ്റെ ആ ഒരു അടിമയുടെ പ്രാർത്ഥനയ്ക്കുള്ള അള്ളാഹുവിൻ്റെ ഉത്തരമാണ് ഖുർആൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളൊരു മാർഗനിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നത്. അതാണ് ഞാനിവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സഹായവും നമുക്ക് ലഭിക്കും. രണ്ടാമത്തേത്, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷവും മനസ്സമാധാനവും ഏതൊരു കാര്യത്തിലും വിജയവും ലഭിക്കും. പിന്നെ രോഗശമനം ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജേർണലിങ്ങിൽ എഴുതി വച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഞാൻ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരുന്ന രീതിയിലൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു തരാം. അങ്ങനെ അൽഹംദുലില്ലാ സൂറത്തുൽ ഫാത്തിഹയുടെ ജേർണലിംഗ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സൂറത്തുൻ നാസാണ് ജേർണലിംഗ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ചെറിയ സൂറത്തുകളാണ് ജേർണലിംഗ് ചെയ്യുന്നത്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൻ നാസ്, അങ്ങനെ ചെറിയ സൂറത്തുകളിൽ നിന്ന് വലിയ സൂറത്തുകളിലേക്ക് ജേർണലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാവും കുറച്ചുകൂടി എളുപ്പം എന്നെനിക്ക് തോന്നി. നമ്മൾക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചെറിയ സൂറത്തുകൾ ജേർണലിംഗ് ചെയ്യായിരിക്കും നല്ലത്. അതാവുമ്പോൾ അതിൽ കുറേ നമുക്ക് മനപ്പാടായിട്ടുള്ള സൂറത്തുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ വീഡിയോസായിട്ടും ചെയ്യാം. പിന്നെ ഇപ്പോൾ അതാ ഞാൻ കാണിക്കുന്നത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാനൊക്കെ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ജേർണലിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വീഡിയോസൊക്കെ ഒന്ന് കാണുക. എല്ലാ സൂറത്തിൻ്റെയും അർത്ഥങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഇങ്ങനെ എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എല്ലാ സൂറത്തിൻ്റെയും അർത്ഥങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. പ്രത്യേകിച്ചും ഈ റമളാൻ മാസത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ആരും ഇതൊന്നും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്
മറക്കാതെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ.